എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് പ്രോംപ്റ്റ് എഴുതുകയെന്ന്? രണ്ട് ടൈപ്പ് പ്രോംപ്റ്റ് ഉണ്ട്, എഫക്റ്റീവും ഇൻഎഫക്റ്റീവും. എഫക്റ്റീവ് പ്രോംപ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ സെയിം ഔട്ട്പുട്ട് എഐൻ്റെ എഐ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. മറ്റേ ഇൻഎഫക്റ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾ ചോദിക്കുന്ന ഒന്ന് പക്ഷേ കിട്ടുന്നത് വേറെ ഒന്ന്, ഈ ഒരു രീതിയിലുള്ള സംഭവമില്ലേ. അപ്പം പ്രോംപ്റ്റ് എഴുതുമ്പം കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് ഒരു 3 സ്റ്റെപ്സ് ഉണ്ട് ഒരു പ്രോംപ്റ്റ് എഴുതുമ്പം. ആ 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കും. അപ്പം വീഡിയോ എൻ്റെ വരെ കാണുക. ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഎഫക്റ്റീവ് പ്രോംപ്റ്റ് എന്താണ്, അതേപോലെ എഫക്റ്റീവ് പ്രോംപ്റ്റ് എന്താണ്. അപ്പം പ്രോംപ്റ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇപ്പം കൺസിഡർ മീ ആസ് എ ഫ്രീലാൻസ് ബേക്കർ, അതായത് ബേക്കറി കച്ചവടക്കാരൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് എനിക്കൊരു ബേക്കറി കച്ചവടം നടത്തുമ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എനിക്കൊരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. ആ വെബ്സൈറ്റിൻ്റെ ഹീറോ സെക്ഷൻ എങ്ങനെ ആയിരിക്കണം, ഹെഡർ എങ്ങനെ ആയിരിക്കണം, ഫൂട്ടർ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം ഞാനൊരു ഫ്രീലാൻസ് ബേക്കറാണ്, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഞാൻ കൊടുക്കുന്ന ഈ എക്സാമ്പിളിൻ്റെ പ്രോംപ്റ്റ് ഈ ഒരു രീതിയിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. അപ്പം നമുക്ക് ആക്ച്വൽ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ആ പ്രോംപ്റ്റിലേക്ക് പോകാം. ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്. അപ്പം ഇൻഎഫക്റ്റീവ് പ്രോംപ്റ്റ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ എഫക്റ്റീവ് പ്രോംപ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ബേക്കറിക്കാരനാണ്. ഞാൻ ക്ലോഡിൽ പോയിട്ട് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, മേക്ക് എ വെബ്സൈറ്റ് ഫോർ മൈ ബേക്കറി. അങ്ങനെ കൊടുക്കുമ്പം ക്ലോഡ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും, പക്ഷേ ഒരു ജനറിക് ഫോമിലായിരിക്കും. ക്ലോഡ് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് ഒരു ബേക്കറീൻ്റെ വെബ്സൈറ്റ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഒക്കെ ഇങ്ങനെ ഗ്യാദർ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും, ദാറ്റ് ഫോർ ഷുവർ. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ മിസ്സിങ് ആയിരിക്കും. പിന്നെ നിങ്ങൾ റീവർക്ക് ഒരുപാട് ചെയ്യേണ്ടി വരും, കുറച്ചായിരിക്കില്ല. ഓക്കെ, ഇനി ഈ ഒരു സെയിം സാധനത്തിൻ്റെ എഫക്റ്റീവ് പ്രോംപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം എഫക്റ്റീവ് പ്രോംപ്റ്റ് ഫസ്റ്റ് ഞാൻ റീഡ് ചെയ്യാം. ഐ എം എ ഫ്രീലാൻസ് ബേക്കർ ലോഞ്ചിങ് മൈ ഫസ്റ്റ് ബിസിനസ് വെബ്സൈറ്റ്. Write the homepage copy and suggest a page structure. Keep the tone warm and friendly, not corporate. Avoid jargon. Include a hero section, a short about me blurb and a call to action button for orders. ഇതാണ് എഫക്റ്റീവ് പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റ് നമുക്കിനി എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ 3 സ്റ്റെപ്സ് പറഞ്ഞിട്ടില്ലേ, ആ 3 സ്റ്റെപ്സിൻ്റെ രീതിയിൽ ഇതൊന്ന് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒന്നാമത്തെ ഈ ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ പാരഗ്രാഫ് അല്ല, സെൻറ്റൻസ്, ഐ എം എ ഫ്രീലാൻസ് ബേക്കർ ലോഞ്ചിങ് മൈ ഫസ്റ്റ് ബിസിനസ് വെബ്സൈറ്റ്. ഈ ഒരു കാര്യത്തിന് പറയുന്ന, ഈ ഒരു സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് സ്റ്റേജിങ്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ കണ്ടന്റ് അല്ല, കണ്ടക്സ്റ്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ കണ്ടക്സ്റ്റ് അവയർനെസ് എന്ന് പറയും. അപ്പം നമുക്കിതിനെ കോമൺ ആയിട്ട് സ്റ്റേജിങ് അല്ലെങ്കിൽ കണ്ടക്സ്റ്റ് എന്ന് വിളിക്കാം. അപ്പം സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലോഡിനോട് പറയാണ്, ഇതാണ് എൻ്റെ റോള്, ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു രീതിയിൽ ഒരു ബേസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ, ഈ ഒരു കാര്യമാണ് കണ്ടക്സ്റ്റ്. അപ്പോൾ ക്ലോഡിന് മനസ്സിലാവും, ഓ ഇയാളൊരു ഫ്രീലാൻസ് ബേക്കറാണ്, അയാൾ ആദ്യമായിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ ക്ലോഡിന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനാണ് സ്റ്റേജിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് റൈറ്റ് ദി ഹോം പേജ് കോപ്പി ആൻഡ് സജസ്റ്റ് എ പേജ് സ്ട്രക്ചർ. അപ്പോൾ ഞാൻ ക്ലോഡിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു ഹോം പേജ് വേണം, എനിക്കൊരു ഇങ്ങനെ ഒരു പേജ് സ്ട്രക്ചർ വേണം, ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം അതാണ് ഒരു ടാസ്ക്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് എന്ത്, ടാസ്ക്. ഞാൻ ക്ലോഡിനോട് പറയാണ്, ഇതാണ് ക്ലോഡ് ചെയ്യേണ്ട ടാസ്ക്, അതായത് നീ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്, എനിക്കിതാണ് വേണ്ടത്, നീ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. ഈ ഒരു കാര്യം നമ്മൾ ക്ലോഡിനോട് പറയാണ്. പോയി പണിയെടുക്കടാ, ഈ പണിയെടുക്കടാ എന്ന് പറയുന്നില്ലേ, ഈ ഒരു സാധനം. ഇനി മൂന്നാമത്തത്, കീപ് ദി ടോൺ വാം ആൻഡ് ഫ്രണ്ട്ലി, നോട്ട് കോർപ്പറേറ്റ്, അവോയ്ഡ് ജാർഗൻ, ഇൻക്ലൂഡ് സെക്ഷൻ, ഷോർട്ട് അബൌട്ട് മീ ബ്ലഗ്, കോൾ ടു ആക്ഷൻ ബട്ടൺ ഫോർ ഓർഡേഴ്സ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സെൻറ്റൻസ്. അപ്പം ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത്, നീ അത് ഹോം പേജ് ഉണ്ടാക്കിയ പോരാ, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം. ഈ ഒരു കാര്യം നമ്മൾ ക്ലോഡിനോട് പറയാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് റൂൾസ്. അപ്പം നമ്മൾ റൂള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് റൂൾ.
ഇപ്പം ഈ വെബ്സൈറ്റ് നിങ്ങൾ വാനില ജാവാസ്ക്രിപ്റ്റിലല്ല വേണ്ടത്, റിയാക്ട് ഫ്രെയിംവർക്കിലാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് റൂള് നിങ്ങൾ സെറ്റ് ചെയ്യണം. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒരു റൂൾ അവിടെ സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു പ്രോംപ്റ്റ് എഴുതുന്ന ടൈമിൽ അത് ഏത് മോഡലിനും ആയിക്കോട്ടെ, ഇപ്പോൾ ക്ലോഡ് തന്നെ ആവണമെന്നില്ല, ചാറ്റ് ജിപിറ്റിൻ്റെ അടുത്തായാലും ജെമിനൈൻ്റെ അടുത്തായാലും ഒരു പ്രോംപ്റ്റ് എഴുതുമ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം പ്രോംപ്റ്റ് എഴുതാൻ. അതായത് സ്റ്റേജിങ് വേണം, ആ കണ്ടക്സ്റ്റ് പ്രോപ്പർ ക്ലോഡിന് മനസ്സിലായോ അത് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഞാൻ കൊടുത്ത ടാസ്ക് ഓക്കെ ആണോ, ഞാൻ ചെയ്ത റൂളെല്ലാം ഓക്കെ ആണോ, ആ 3 കാര്യങ്ങൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം പ്രോംപ്റ്റ് എഴുതാൻ. അപ്പോൾ അങ്ങനെ പ്രോംപ്റ്റ് എഴുതുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഎഫക്റ്റീവ് പ്രോംപ്റ്റ് കൊടുത്ത് ഓക്കെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും അതിലില്ല. അപ്പം നിങ്ങൾ പിന്നെയും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ച് നിങ്ങളത് ട്യൂൺ ചെയ്ത് കൊണ്ടുവരും. അപ്പം അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ദോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതിൽ ഒരുപാട് ടോക്കൺസ് അവിടെ വേസ്റ്റ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ടോക്കൺ അവിടെ വേസ്റ്റ് ആവും. ഓരോ ടൈം ഇതിങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. പിന്നെ നിങ്ങൾ വിചാരിച്ച സാധനം കിട്ടില്ല, അതാണ് വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷേ എഫക്റ്റീവ് പ്രോംപ്റ്റ് ആകുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കും. എന്നാലും നിങ്ങൾക്ക് അവിടെ ഇവിടെ ടച്ചപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാലും ഒരു ഇൻഎഫക്റ്റീവ് പ്രോംപ്റ്റ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു എഫക്റ്റീവ് പ്രോംപ്റ്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, AI ഫ്ലുവൻസി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതൊരു 4D ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ ആ ഫ്രെയിം വർക്കിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്, എങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി ഒരു AI സിസ്റ്റത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇൻ എ ഫ്രെയിം വർക്ക് മാനർ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് കോഡിംഗ് റിലേറ്റഡും AI റിലേറ്റഡും ആണ്, അതും മലയാളത്തിൽ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.